ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമല്ല, ഇൻഫാക്റ്റ് ഒരു മാസത്തിൽ കൂടുതലാണ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. മെയിൻ കാരണം കണ്ടൻ്റ് ഇല്ല. കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ ഒരു വീഡിയോ എടുത്തിടാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പം കുറേ പേര് ചോദിച്ചു, വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, എന്തു പറ്റി? മെയിൻ തിങ്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കാനും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് എടുത്ത് വയ്ക്കാനോ, അല്ലാതെ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് എന്നെക്കൊണ്ടത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ, ഇന്ന് ആക്ച്വലി എൻ്റെ കോളേജിൽ ഒരു സംസ്കൃതി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ഇവൻറ്റ് നടക്കുന്ന ദിവസം. സോ ഈ ഇവൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോളേജിൽ ആക്ച്വലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം അതിൽ ഇന്ത്യൻസിന് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ഡാൻസ്, ഫാഷൻ ഷോ, ഇന്ത്യൻ ഫുഡ്, ഹെന്ന മീൻസ് മെഹന്തി ആർട്ട്, വർക്ക്ഷോപ്പ്, അങ്ങനെ കുറേ ഇവൻ്റുള്ള ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ ഞാൻ അതിന് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇവൻറ്റും പിന്നെ എൻ്റെ കോളേജിൻ്റെ പറ്റിയിട്ടുള്ള കുറച്ച് വിഷ്വൽസും. ഇതുവരെ എനിക്ക് ഡേ ഇൻ മൈ കോളേജ് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ തണുപ്പും അറ്റ്മോസ്ഫിയറും ഒന്നും നമുക്ക് വ്ളോഗ് എടുത്ത് നടക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ഭയങ്കര മടിയാവും, കാരണം ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം പുതച്ചു മൂടി ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു വ്ളോഗ് എടുക്കാനുള്ള ഒരു ക്ഷമയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്ത് പോകുമ്പോഴത്തേക്കും പറ്റുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. സോ ഇതാണ് എൻ്റെ ഫുൾ ഗെറ്റപ്പ്. ഞാൻ ആക്ച്വലി ഇത് എൻ്റെ കംപ്ലീറ്റ് അറ്റയർ ഞാൻ കാണിച്ചു തരാം. സോ നാഗപ്പാട് ഒരു ഹറി ആയിപ്പോയി. അപ്പോൾ റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് റെഡിയാവുന്ന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മേക്കപ്പൊക്കെ ചെയ്ത് എല്ലാം സമയം കിട്ടിയില്ല. അപ്പം ഐ തോട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനൊന്ന്, ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്, ഞാനിപ്പം എൻ്റെ കോളേജ് ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇരിക്കുവാണ്. മേ ബി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഞാനൊന്ന് പുറത്തെ വ്യൂസ് ഒക്കെ കാണിച്ചു തരാം. ആൻഡ് ഓൾസോ മൈ കംപ്ലീറ്റ് അറ്റയർ. ഞാൻ ഹാഫ് സാരിയാണ് ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഭയങ്കര ഹെക്റ്റിക്കാണ് ഈ വ്ളോഗൊക്കെ എടുക്കുക എന്ന് പറയുന്നത്. എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകണം, എല്ലാം ടൈമിനിങ്ങനെ വീഡിയോസ് എടുത്തെടുത്ത് പോകണം. ഇറ്റ്സ് ക്വൈറ്റ് ടഫ്. എനിവേസ് ഞാൻ നോക്കട്ടെ, പറ്റുന്ന വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇന്നിവിടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4:30-ക്കാണ്. ഇറ്റ്സ് ഫ്രം 4:30 to 7:30. സോ ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, സോളോ ഡാൻസ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് റിയലി വിയേർഡ്. കുറേ ഇൻ്റർനാഷണൽ പിള്ളേർ കാണും, കനേഡിയൻസ് കാണും, പല ആൾക്കാർ കാണും. സോ എന്താ കളിക്കാൻ പോകുന്ന സോങ് ഏതാന്നൊക്കെ ഉള്ളത് നമുക്കപ്പോൾ കാണാം. ഓക്കെ, സോ ഹലോ ഗൈസ്, നമ്മളിപ്പം ഫങ്ഷൻ നടക്കുന്ന അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. നല്ല തണുപ്പുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കോളേജ് ഞാൻ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോകം നിങ്ങളെ കാണാൻ പോകുന്നു. ദിസ് ഇസ് ഫൗസിയ, റുഖിയ, അമീറ. നിങ്ങൾ കുറേ പേര് കാണാൻ പോകുന്നു ഗൈസ്. ആർ യു എക്സൈറ്റഡ്? ഓക്കെ, ലെറ്റ്സ് സീ.
നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഓക്കെ, ഒന്നും കേൾക്കാൻ പറ്റില്ല, ബട്ട് വി ആർ എൻജോയിങ്. അതെ, വളരെ വളരെ ലോങ് ക്യൂ ആണ്. കഴിഞ്ഞു, ഇവിടെ ക്ലോസിങ് ആയി. പിന്നെ ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു, ബിക്കോസ് ഡാൻസും പാട്ടും ഫാഷൻ ഷോയും ആൻഡ് ഈ ഫാഷൻ ഷോ ക്യാറ്റ് വാക്ക് എന്താ പറയട്ടെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനി വീട്ടിലൊക്കെ ചെന്ന് ഒന്ന് ഇതെല്ലാം മാറി ഞാനൊന്ന് ഫ്രീ ആയിട്ട് കാണാം. ഇതിനെയൊക്കെ പറ്റി ഞാൻ അപ്പോൾ പറയാം. ആക്ച്വലി കുറേ ഫുട്ടേജസ് എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ബട്ട് ഐ ഹോപ്പ് ഇറ്റ് വിൽ മേക്ക് എ ഗുഡ് വീഡിയോ, ഐ തിങ്ക് സോ. എനിവേസ്, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇന്നിപ്പം നെക്സ്റ്റ് ഡേ ആയി. ഞാൻ ആക്ച്വലി ഇന്നലെ ഇവൻറ്റ് കഴിഞ്ഞിട്ട് എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ ടയേർഡായിപ്പോയി ഇന്നലെ. അപ്പോൾ ഇന്നലെ ഇവൻറ്റ് അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് ആക്ച്വലി ആൻ ഇന്ത്യൻ ഇവൻറ്റ്. ലൈക്ക് കാനഡയിൽ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇന്ത്യൻസ് നടത്തുന്ന ചില കൾച്ചറൽ ക്ലബ്സ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു ഇവൻ്റായിരുന്നു. എനിക്ക് കോളേജൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് ഒരുപാട് കോളേജിൻ്റെ അവിടെ ഇവിടെയൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മെയിൻലി കാണിക്കാൻ പറ്റിയത് മെയിൻ ബിൽഡിംഗ് മാത്രമാണ്. പിന്നെ ഇവൻറ്റ്സിൻ്റെ കുറച്ച് ഫുട്ടേജ് എടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൻ്റെതൊക്കെ ഞാൻ വേറൊരു ദിവസം നല്ല വെതർ ഉള്ളപ്പോൾ കാണിച്ചു തരാം. ബിക്കോസ് രാവിലത്തെ തണുപ്പിൽ പോകുമ്പോഴത്തേക്കും ബസ്സിൽ പോകുന്നതോ ഇതൊന്നും ഷൂട്ട് ചെയ്യാനുള്ളൊരു മൈൻഡിലായിരിക്കില്ല. ലൈക്ക് അറൗണ്ട് 7 o'clock ആകുമ്പോഴത്തേക്കും ആണ് ഞാൻ ഇറങ്ങുന്നത് കോളേജിലേക്ക്. ഇവിടെ നിന്ന് ആബറ്റ്സ്ഫോർഡിൽ നിന്ന് ഒരു ബസ് കയറി കാർവോൾട്ട് എക്സ്ചേഞ്ച് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഒരു കണക്ഷൻ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് അടുത്ത ബസ് എടുത്ത് ആണ് ട്രിനിറ്റി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് 2 ബസ് ട്രാവൽസ്. അപ്പോൾ അതിനിടയിൽ വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു സമയമുണ്ട്. ബട്ട് വെതർ കണ്ടീഷൻ അതിന് ആപ്റ്റല്ല. എപ്പോഴും നല്ല തണുപ്പായിരിക്കും. എനിക്ക് കൈ പോലും പോക്കറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇറ്റ്സ് ക്വൈറ്റ് ഡേഞ്ചറസ്. അപ്പോൾ ഇപ്പോഴും തണുപ്പാണ്. ബട്ട് ഇപ്പോൾ ആക്ച്വലി ഞാൻ ഫുള്ളി കവേർഡായിട്ടൊക്കെ 2-3 ലെയേഴ്സൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സോ അതാണ് വ്ളോഗിങ് ഡിലേ ആവുന്നതിൻ്റെ കാരണം. അതാണ് എനിക്ക് എടുക്കാൻ പറ്റുന്ന കണ്ടൻറ്റൊക്കെ ഇപ്പം എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ബിക്കോസ് ഞാൻ ഈ തണുപ്പുമായിട്ടൊന്ന് അക്കസ്റ്റംഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. സോ അത് നോക്കിയാവുമ്പോൾ പതിയെ വ്ളോഗിങ് ബാക്ക് ടു ആ പേസിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ കോളേജ് കാണിക്കാം ഒരു ദിവസം ടൈം ഉള്ളപ്പോഴും വെതർ നല്ല സെറ്റായിട്ടിരിക്കുമ്പോഴും
കോളേജ് ഒരു ദിവസം വ്ളോഗിങ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ടോക്കിംഗ് അബൌട്ട് യെസ്റ്റർഡേയ്സ് ഇവൻറ്റ്, ഇറ്റ് വാസ് ഫെൻറ്റാസ്റ്റിക്. ഒരുപാട് പെർഫോമൻസസ് ഉണ്ടായിരുന്നു. ഞാനും ഒരു പെർഫോമൻസ് ചെയ്തു. ദർ വാസ് എ ഫാഷൻ ഷോ ഇൻ വിച്ച് ഐ ഗോട്ട് ദ അവാർഡ് ഫോർ ബെസ്റ്റ് ക്യാറ്റ് വാക്ക്. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ എനിക്കറിയത്തില്ല മര്യാദയ്ക്ക് ഒരു ക്യാറ്റ് വാക്ക് എങ്ങനെ ചെയ്യണം എന്ന്. ബട്ട് ഇന്നലെ എന്തോ പ്യുവർലി ലക്കാണ്. പിന്നെ ആ സമയത്ത് അതും ഇനീഷ്യലി വി ഹാഡ് എ വാക്ക്, പക്ഷെ അത് ശരിയായില്ല. ജഡ്ജസിന് ഒന്നുകൂടെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്നുകൂടെ ചെയ്യിപ്പിച്ചത്. ആൻഡ് ദ സെക്കൻഡ് ടൈം ഐ തിങ്ക് ഐ ഗോട്ട് ത്രൂ. അപ്പോൾ ഇറ്റ് വാസ് നൈസ്, ദാറ്റ് ഇവൻറ്റ് വാസ് നൈസ്. പിന്നെ ഡാൻസ് പെർഫോമൻസസ്, പാട്ട്, ഫുഡ്, പിന്നെ മെഹന്തി, ഗെയിംസ്, സോ മെനി തിങ്സ് വേർ ദെയർ. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം എല്ലാവരുമായിട്ടൊരു ചില്ലൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് പോയൊരു ഇവൻ്റായിരുന്നു. പിന്നെന്താ, ആക്ച്വലി ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇന്ന് കോളേജ് ഉണ്ടായിരുന്നു. സോ ഇന്നലെ ഇവൻ്റൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് പിന്നെ ഇന്ന് രാവിലെ കോളേജും ഉണ്ടായിരുന്നു. സോ എനിക്ക് വ്ളോഗിങ് പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ടോക്കിംഗ് അബൌട്ട് ദി ഇവൻറ്റ്, ഇറ്റ് വാസ് പക്ക ഇന്ത്യൻ ഇവൻറ്റ്. ലൈക്ക് എല്ലാം ഇന്ത്യൻ ടൈപ്പ് ഫുഡ് നോട്ട് സോ ഇന്ത്യൻ, ബട്ട് അതുപോലത്തെ ഡ്രസ്സിങ്ങും ഒരു കളർഫുൾ, ഭയങ്കര ഒരു നമ്മളെപ്പോഴും ജാക്കറ്റും കോട്ടും ഒക്കെ ഇട്ടല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു ചുരിദാറും ലെഹങ്കയൊക്കെ കണ്ടപ്പോൾ ഒരു ഡിഫറൻസ് ആയിരുന്നു അത്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് മൈ പെർഫോമൻസ്, ഇറ്റ് വാസ് ഗുഡ് ആൻഡ് എവറിബഡി ടോൾഡ് ഇറ്റ് വാസ് ഗുഡ്. നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു. സോ ഇതൊക്കെയാണ് ഇന്നലെ ഇവൻറ്റിലെ വിശേഷം. വി ടുക്ക് ലോട്ട്സ് ഓഫ് ഫോട്ടോസ് എക്സെട്ര. ഫുഡ് എനിക്ക് അത്ര ഒന്നും പറയാനില്ല, ബിക്കോസ് ആസ് യൂഷ്വൽ പ്ലെയിൻ റൈസും ബട്ടർ ചിക്കനും പിന്നെ ദാൽ മഖ്നി, പനീർ, പക്കോറ, സോ മെനി പഞ്ചാബി സ്റ്റൈൽ ഫുഡാണ്. അല്ലാതെ ഇന്ത്യൻ കേരള സ്റ്റൈൽ ഫുഡൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പ്യുവർലി പഞ്ചാബി സ്റ്റൈലായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള വിശേഷം. കുഞ്ഞു വ്ളോഗാണ്, ഒരുപാട് വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഉള്ള വിഷ്വൽസും എൻ്റെ ഡാൻസും അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പോർഷൻസ് ഒക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഹോപ്പ് യു ലൈക്ക് മൈ കുട്ടി വ്ളോഗ്, തട്ടിക്കൂട്ട് വ്ളോഗ്. See you in my next video. Bye.